നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റേഷൻ കടകളിൽ മോദി ചിത്രം വെക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ നിർണായക പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞിരിക്കുന്നത്. റേഷൻ കടകളിൽ മോദി ചിത്രം വയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റേഷൻ കടകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറുകൾ സ്ഥാപിക്കണം, പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളുള്ള കവറുകൾ വിതരണം ചെയ്യണം തുടങ്ങിയവയാണ് കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശം കിട്ടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ റേഷൻ ഷോപ്പുകളിൽ പ്രചരിപ്പിക്കുക എന്നത് ഇതുവരെ ഇല്ലാത്ത പ്രചരണ പരിപാടിയാണ് എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. കേരളം ഇത് നടപ്പാക്കില്ല, ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കും, വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ നൽകുന്ന ഭാരതരി ആ ഒരു വിഷയവും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ചയായി. കേന്ദ്രം പല രൂപത്തിൽ ഭക്ഷ്യ പൊതുവിതരണത്തിൽ ഇടപെടുന്നുവെന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നതിൽ പോലും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. 8 വർഷമായി നൽകുന്ന അരിയുടെ അളവ് വർദ്ധിപ്പിച്ചില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പൊതുവിപണിയിൽ കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് ഭാരതരി പുറത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പന വിലയിൽ 15% വർധനയുണ്ടായ സാഹചര്യത്തിലാണ് ആശ്വാസമായി പുതിയ തീരുമാനം. 5 കിലോ 10 കിലോ പാക്കറ്റുകളാണ് അരി വിപണിയിൽ വിൽക്കുന്നത്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരതരി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ഉപഭോക്താക്കൾക്ക് ഒരേ നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ മികച്ച പ്രതികരണം കിട്ടിയതിനെ തുടർന്നാണ് അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്കും കേന്ദ്രം തയ്യാറായത്. BJPയുടെ ഭാരതരി വിതരണത്തിൽ മന്ത്രി GR അനിൽ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഭാരതരിയിലൂടെ രാഷ്ട്രീയം കാണിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും ഇത് അല്പത്തരമാണെന്നും മന്ത്രി നേരത്തെ തന്നെ പ്രതികരിച്ചതാണ്. ഈ ഒരു വിഷയത്തിൽ 14,000 കടകളിലും പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണമെന്നാണ് പറയുന്നത്. ഇതേ അരി തന്നെയാണ് വില കുറിച്ച് നമ്മൾ നൽകുന്നത്. ഫെഡറൽ സംവിധാനത്തിന്മേൽ ഉള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത്. അരിയിൽ മോദിയുടെ ചിത്രം വയ്ക്കണോ എന്നത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നതടക്കമുള്ള പ്രതികരണം മന്ത്രി GR അനിൽ നേരത്തെ നടത്തിയതാണ്. പൊതുവിതരണ മേഖലയ്ക്ക് തരാനുള്ള 1000 കോടി രൂപ ഇതുവരെ നൽകിയിട്ടില്ല എന്നും ഇത്തരം നിർദ്ദേശങ്ങൾ പാലിച്ചാലേ തുക തരികയുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണമാണ് നടത്തിയത്. അതേസമയം ഭാരതരി കേന്ദ്ര സർക്കാർ പ്രത്യേക ഏജൻസി വഴി വിതരണം ചെയ്യുന്നത് റേഷൻ വ്യാപാരികളെ വഴിയാധാരമാക്കുമെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. മുൻഗണന വിഭാഗക്കാർക്ക് മാത്രം റേഷൻ നൽകുകയും ഭൂരിപക്ഷം വരുന്ന മുൻഗണനേതര വിഭാഗക്കാർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അരി പോലും കേന്ദ്ര സർക്കാരിന്റെ നയം കാരണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നുവെന്നും അവർ ആരോപിച്ചു. ജനങ്ങൾക്ക് കയ്യെത്തും ദൂരത്തുള്ള റേഷൻ കടകൾ വഴി വേണം ഭാരത അരി വിതരണം ചെയ്യാനെന്നും കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.